കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ ഇന്നത്തെ വിശേഷമൊക്കെ ചാനലിനകത്ത് കയറി കണ്ടു കാണുന്ന ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിക്കുള്ളിൽ തന്നെ ഞാൻ പിറ്റേ ദിവസത്തെ രേവതിയുടെ സച്ചിയുടെ വിശേഷം ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ. അപ്പൊ നാളത്തെ വിശേഷത്തില് നമ്മൾ കാണുന്ന സുധി നേരെ കാർ ഷോറൂമിലേക്ക് വരുവാണ്. അപ്പോൾ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി അവിടെ ഉണ്ടെന്നറിഞ്ഞിട്ട് സുധീനെ അങ്ങോട്ട് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പറഞ്ഞു വിടുന്നത്. ഈ സമയം അവിടുത്തെ സ്റ്റാഫ് ആണെങ്കിൽ അങ്ങോട്ട് വന്ന കസ്റ്റമേഴ്സിനോട് കാറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണ് സുധിയുടെ വരവ്. സുധിയെ കണ്ടത് ചെന്ന് ചോദിച്ചു, അല്ല സാർ, എന്താ സാറിന് എന്താ ആവശ്യം? പറഞ്ഞോളാൻ പറയണം. അല്ല, ഇവിടുത്തെ എം ഡി ഇല്ലേന്ന് ചോദിക്കുകയാണ്. ആ എം ഡി സാർ അകത്തുണ്ട്. അത് ഞാൻ എം ഡിനെ കാണാൻ വന്നാ. എന്താ സാർ, വല്ല ബിസിനസ് മീറ്റിംഗ് ആണോ? ബിസിനസ് മീറ്റിംഗ് ഒന്നും അല്ല, ഒരു ഇന്റർവ്യൂവിന് വേണ്ടി വന്നാന്ന് പറയണോ. ഇന്റർവ്യൂവിനാണ് ഇങ്ങനെ ഇത്ര ഗെറ്റപ്പിന് വന്നിരിക്കുന്നത്. ജോലി അന്വേഷിച്ച് വന്നല്ലേന്ന് ചോദിക്കും. അതെ, ഞാൻ എം ഡിയോട് പോയി ചോദിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ അങ്ങോട്ട് അകത്തേക്ക് പോകണം. ഈ സമയം സുധി അവിടെ എല്ലാം ഒന്ന് നോക്കുകയാണ്. സുധിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. താൻ പഠിച്ചതിനുള്ള ഇതൊന്നും ഒരു ജോലിയൊന്നുമല്ല എനിക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ എങ്കിൽ വരാതിരിക്കാൻ പറ്റില്ല ഇന്റർവ്യൂവിന്. ശ്രുതി പറഞ്ഞു പോയില്ലേ. പിന്നീട് അയാൾ വന്നിട്ട് പറഞ്ഞു, എം ഡി അകത്തേക്ക് വിളിക്കുന്നുണ്ടെന്ന് പറയാം, ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോൾ ആ നോട്ടം നോക്കിയിട്ട് സ്റ്റാഫ് മനസ്സിൽ പറയാം, ഇയാളുടെ വരവൊന്നും ഇപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ വലിയ VIP സ്റ്റൈലാ. ഒരു ഇന്റർവ്യൂവിന് വന്നേക്കുന്ന വരവ്, അതൊരു സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ പോസ്റ്റിലേക്ക്. അങ്ങനെ സുധി അകത്തേക്ക് കയറി ചെന്നു. അപ്പൊ എം ഡി പറഞ്ഞു, വാ ഇരിക്കാൻ പറയാണ്. ഇരിക്കാൻ പറഞ്ഞ സുധി ഇരുന്നിട്ട് സുധി ഇങ്ങനെ ചുറ്റും നോക്കുവാണ്. അപ്പൊ എം ഡി ചോദിച്ചേ, എന്താ താങ്കൾ ഇങ്ങനെ ചുറ്റും നോക്കണം സുധി എന്ന് ചോദിക്കുക. അല്ല സാർ, അത് ഞാനേ സാധാരണഗതിയിൽ ഇന്റർവ്യൂവിന് എവിടെ പോയാലും അവിടെ ചുറ്റും ഒരു 3-4 പേരെങ്കിലും കാണും ഇന്റർവ്യൂ ചെയ്യാനായിട്ട്, ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങളായിട്ട്. പക്ഷെ ഇവിടെ അതൊന്നും കണ്ടില്ല, സാറിനെ മാത്രമേ കണ്ടുള്ളൂ. അതുകൊണ്ട് ചോദിച്ചാ, അതാണ് ആ കാര്യം. ഇതൊരു സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ പോസ്റ്റ് അല്ലേ, ഇവിടെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടൊന്നും കാര്യമില്ല, അതിനകത്തൊന്നും ഒരു കഥയില്ല. നമ്മുടെ പെർഫോമൻസ് അതാണ് നമുക്ക് വലുത്. ജോലി കിട്ടിയതിന് ശേഷം നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു അത് മാത്രം ഞാൻ നോക്കിയാൽ മതി. അങ്ങനെ നല്ല രീതിയിൽ ചെയ്തില്ലെങ്കിൽ പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതിയല്ലോ എന്ന് പറയണം. ശരി, ശ്രുതിക്ക് സന്തോഷമായി. പിന്നീട് സുധി തന്റെ ഫയൽസ് എല്ലാം കൂടെ എടുത്ത് നീട്ടുവാണ്. ഇതാ സാർ, എന്റെ ഫയൽസ്, എന്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഉണ്ട്. ഞാൻ എന്റെ 3 PG ഒക്കെ എടുത്തിട്ടുള്ളതാണ്. കോളേജിൽ തന്നെ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. ഇതെല്ലാം ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇംഗ്ലീഷിൽ എങ്ങനെ ഫ്ലുവന്റ് ആയിട്ട് അങ്ങനെ തട്ടി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് മാനേജർ സുധിയുടെ മുഖത്തേക്കാൻ നോക്കി. പിന്നീട് സുധിയോട് പറഞ്ഞു, അതെ, നമ്മൾ ആദ്യം മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് വേണം ചിന്തിക്കാനായിട്ട്. ഇങ്ങനെ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. എനിക്ക് ഈ സർട്ടിഫിക്കറ്റ്സിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ ജോബാന്ന് പറഞ്ഞല്ലോ, താങ്കൾക്കൊരു ജോലി അതല്ലേ ആവശ്യം. അതിനുവേണ്ടി ഈ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. ഇതിന്റെ കനം കണ്ടാൽ തന്നെ അറിയാം ഇതിന് താങ്കൾ എത്രമാത്രം പഠിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. എനിക്ക് ഇത്ര വലിയ പഠിപ്പൊന്നും വേണ്ടാന്ന് പറയണം. ഇത് കേട്ടും സുധിയുടെ മുഖം അങ്ങോട്ട് മാറി. പിന്നീട് പുള്ളിക്കാരൻ പറഞ്ഞതേ, ഞാൻ അധികം പഠിച്ചിട്ടൊന്നുമില്ല, എനിക്ക് അത്യാവശ്യം എഴുതാനും വായിക്കാനും ഒക്കെ അറിയായിരുന്നുള്ളൂ. ഇത് കേട്ടോ സുധി ഇങ്ങനെ അമ്പരം നിൽക്കുവാണേ. എന്നിട്ട് അയാൾ ഈ മാനേജർ പോസ്റ്റ് കയറിയിരിക്കുന്നത്. അപ്പൊ സാറിന്റെ ഇഷ്ടം പോലെ പൈസ കാണൂല്ലേ, സാറ് പൈസ കൊടുത്തായിരിക്കും MD കസാര സ്വന്തമാക്കിയതല്ലേന്ന് ചോദിക്കുക. സാറിനെ പോലെ ഇഷ്ടം പോലെ പൈസ എന്റെ കയ്യിലും ഉണ്ടായിരുന്നെങ്കിലേ ഞാനും ഒരു MD പോസ്റ്റ് എഴുതാനാ. എന്ത് ചെയ്യാനാ, അത്ര കൊടുക്കാനുള്ള പൈസയൊന്നും എന്റെ ഇല്ലാതായിപ്പോയി. അതുകൊണ്ടാണ് ഇപ്പോഴും പഠിച്ചിട്ട് ഇത്ര ഡിഗ്രിയൊക്കെ കയ്യിലുണ്ടായിട്ടും ഞാൻ വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കണേന്ന് പറയാം. പുള്ളിക്കാരൻ സുധീനെ ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, അതെ, സുധി ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ വലിയ കുടുംബത്തിൽ ജനിച്ചവനൊന്നുമല്ല, ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചവനാ. ഈ ഇരിക്കുന്ന ഫോട്ടോ കണ്ടോ, ടേബിളിലിരിക്കുന്ന ഫോട്ടോ ചൂണ്ടിക്കാണിച്ചു. ഇതെന്റെ അമ്മയുടെ ഫോട്ടോയാ. എന്റെ അമ്മ എന്നെ ചെറുതിലെ കൂലിപ്പണി ചെയ്താ വളർത്തിക്കൊണ്ട് വന്നേ. അങ്ങനെ വളർത്തി അത്യാവശ്യം പഠിപ്പിക്കാൻ പറ്റുന്നത്ര മാത്രം എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ പഠിച്ചു. എന്റെ അച്ഛനെ കണ്ട ഓർമ്മ പോലും ഇല്ല. എന്റെ അമ്മയുടെ കഷ്ടപ്പാടുകൾ കണ്ടാ ഞാൻ വളർന്നു വന്നേ. അങ്ങനെ അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇനി അമ്മേനെ സഹായിക്കണമെന്ന്. അങ്ങനെ ഞാൻ ഒരു മെക്കാനിക്കായിട്ട് ആദ്യം മെക്കാനിക് പഠിക്കാൻ കയറി. പിന്നീട് ഞാൻ ആ മെക്കാനിക്കായിട്ട് ജോലി ചെയ്തു. അങ്ങനെ ഞാൻ ആദ്യം ചെയ്തത് എന്താണെന്നറിയാവോ, ഒരു ബൈക്ക് വർക്ക്ഷോപ്പ് തുടങ്ങുകയത്. അങ്ങനെ അവിടെ മെക്കാനിക്കായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അവിടെ നിന്നാണ് പിന്നീട് ഞാൻ ഓരോ പടിപടിയായിട്ട് ഉയർന്നിട്ടാണ് ഇപ്പം ഈ കാർ ഷോറൂമിന്റെ ഡീലർഷിപ്പ് ഏറ്റെടുത്തിട്ട് ഇവിടെ MD കസാറിൽ ഇങ്ങനെ ഇരിക്കണേന്ന് പറയാം. ഇത് കേട്ട സുധി അമ്പരപ്പോട് കൂടി നോക്കുവാണ്. അത് പറഞ്ഞെന്താന്ന് വെച്ചാല്, ഒറ്റയടിക്ക് നമുക്ക് ഇങ്ങനെ MD ആയിട്ട് ഇരിക്കാൻ പറ്റില്ല, അതിന് കഷ്ടപ്പെടണം, നമുക്ക് പടിപടിയായിട്ട് ഉയർന്നു കയറാൻ പറ്റുള്ളൂ എന്ന് പറയാം. സ്തുതി പറഞ്ഞു, എന്നാലും സാർ പൈസ ഉണ്ടെങ്കിൽ പൈസയും കൊണ്ടൊന്നും കാര്യമില്ലടോ, ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെയാന്ന് പറയാം. പിന്നെ ഇപ്പോഴും എന്നെ അന്വേഷിച്ച് വരുന്നവരെ ഞാൻ MD എന്ന് പറഞ്ഞോണ്ടല്ല അന്വേഷിച്ച് വരുന്നേ, എന്നെ ആ പഴയ മെക്കാനിക്കിനെ തിരക്കി ഇങ്ങോട്ട് വരുന്നേ, അതറിയാവോ? അതാ ഞാനും അവരും തമ്മിലുള്ള ബന്ധം എന്ന് പറയാം. ശ്രുതിക്ക് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു അത്ഭുതമൊക്കെ തോന്നി. കൊള്ളാലോ ഇതെന്നുള്ള രീതിയിൽ.
പിന്നീട് സുധിയോട് ചോദിച്ചു, അല്ല സുധിയുടെ ആഗ്രഹം എന്താ നീക്കണം. പെട്ടെന്ന് സുധി പറഞ്ഞു, എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ സാറേ, എൻ്റെ മനസ്സിൽ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. എനിക്കും കുറേ ഐഡിയാസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ അതൊക്കെ നടപ്പിലാക്കണം. എൻ്റെ കീഴിൽ കുറേ ജോലിക്കാർ വേണം. അവർക്കൊക്കെ ഞാൻ ശമ്പളം കൊടുക്കണം. ഞാൻ പറയുന്നതൊക്കെ അവരെ അനുസരിക്കണം. അങ്ങനെ ഒരു കാര്യമാണ് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ. കുറേ ചിന്തകളും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടെന്ന് പറയാം. ഇത് കേട്ടതും MD പറഞ്ഞു, ഓഹോ അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഈ MD ചെയർ ആണ് സുധിയുടെ നോട്ടം അല്ലേന്ന് ചോദിക്കാം. ഒരു കാര്യം ചെയ്യ, സുധി ഇങ്ങോട്ട് കയറി ഇരുന്നോളാൻ പറയാണ്. ഈ നിമിഷം സുധി ഒന്ന് അമ്പരന്നു. എന്താ സുധി പറഞ്ഞു കേട്ടില്ലേ? സുധിക്ക് നോട്ടം ഈ ചെയറാന്നറിയാം. അല്ല സാർ, ഞാൻ പറഞ്ഞ എന്താണെന്നറിയാവോ, എനിക്ക് അങ്ങനെയൊക്കെയാണ് ആഗ്രഹം. എനിക്ക് മനസ്സിലായി. ഒറ്റയടിക്ക് MD കസാരിൽ ഇരിക്കണം അല്ലേ? സുധി എന്താ വിചാരിച്ചേ? ഒറ്റയടിക്ക് MD കസാര കയറിയിരിക്കാൻ പറ്റുന്ന കാര്യമാണോ? അതിന് കുറെ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട്. പിന്നെ ഞാനൊരു തമാശ പറഞ്ഞു ഓർത്തോണ്ട് സുധി അത് സീരിയസ് ആയിട്ട് എടുത്തോന്ന് ചോദിക്കണം. അല്ല സാർ, ഞാൻ MD എന്ന് ഉദ്ദേശിച്ചേ മേക്കിംഗ് ഡിഫറൻ്റ് ആണെന്ന് ഉദ്ദേശിച്ചേ. മനസ്സിലായി. പിന്നീട് MD അവിടെ ഇരിക്കുവാണ്. ഈ സമയം സുധിക്ക് തോന്നി, ദൈവമേ തൻ്റെ ഈ ജോലിയും പോയെന്ന് തോന്നേ. അയാൾ വെറുതെ ഒരു തമാശ പറഞ്ഞപ്പോൾ താനത് കാര്യമായിട്ട് എടുത്തു. സുധിയുടെ ഈ നോട്ടം മട്ടം ഇരിക്കുമ്പോൾ കണ്ടപ്പോൾ അയാൾ വെച്ച്, എന്താ സുധി ആലോചിക്കണമെന്ന് നിൽക്കും. ഒന്നുമില്ല സാർ, എനിക്ക് ഈ ജോലി എങ്ങനെയെങ്കിലും വേണം. അതായത് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. അപ്പം ഭാര്യയാണ് എന്നെ ഈ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു വിട്ടാനെ. ജോലി ഇല്ലാതെ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവളോട് എന്താ സമാധാനം പറയണ്ടേ? എങ്ങനെയെങ്കിലും സാർ ഈ ജോലി എനിക്ക് തന്നെന്ന് പറയാം. ഇത് കേട്ടത് അയാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, സുധിയുടെ തക്കാലത്തിന് ജോയിൻ ചെയ്തോ. എങ്ങനെയുണ്ട് സുധിയുടെ പെർഫോമൻസ് ഞാൻ നോക്കട്ടെ. നല്ല രീതിയിൽ സംസാരിക്കാനൊക്കെ അറിയാം. ഇതിനകത്ത് നമുക്ക് വേണ്ട നല്ല രീതിയിൽ ആൾക്കാരെ സംസാരിച്ച് വീഴിക്കാനുള്ള കഴിവാണ്. കാരണം കാർ ഷോറൂമാണ്, വരുന്ന ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. സുധിക്ക് അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു, സുധിയുടെ സംസാരം കേട്ടിട്ട് എന്ന് പറയണേ. ശരി, ജോയിൻ ചെയ്തിട്ട് പൊക്കോളാൻ പറയണേ. അങ്ങനെ സുധി ജോയിൻ ചെയ്തിട്ട് ഇറങ്ങാൻ നേരത്തെ സുധിയോട് പറഞ്ഞതേ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ നമ്മൾ ദൈവത്തെ പോലെയാണ് കരുതേണ്ടത്. ആ സ്ഥാനം നമുക്ക് അവർക്ക് കൊടുക്കേണ്ടതെന്ന് പറയണേ. ശരി സാറെന്ന് പറഞ്ഞിട്ട് സുധി അങ്ങോട്ട് ഇറങ്ങി പോവാണ്. പിന്നീട് കാണിക്കുന്ന സച്ചി തന്റെ കാർ കൊടുത്ത വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുവാണ്. അപ്പൊ ചെറങ്കൂച്ച് ഓടി വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി സച്ചേട്ടാ? കാറിന് എന്തെങ്കിലും പറ്റുമെന്ന് ചോദിക്കുക. കാറിന് എന്തെങ്കിലും പറ്റുമെന്നോ? എടാ, എന്റെ വണ്ടി ഇവിടെ പണിയാൻ നിന്നിട്ട് എത്ര ദിവസമായി. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നാ, ആ വണ്ടി കൊണ്ടുപോകാൻ വന്നാണോ? ഓ, ഞാനോർത്ത് സച്ചേട്ടൻ ഇപ്പൊ ഓടിക്കുന്ന വാടകക്കാരനും കൂടെ എന്തെങ്കിലും പറ്റിക്കൊണ്ടു. കരുനാക്ക് വളച്ചൊന്നും പറയല്ലടാ. അല്ല, എന്റെ കാർ എന്ത് ഇവിടെയും കാണാനല്ലോ. കാറിന് എന്ത് പറ്റിയെന്ന് ചോദിക്കുക. അവിടെ ഉണ്ടെന്ന് പറയണ. നോക്കി കഴിഞ്ഞപ്പോ ബോണറ്റൊക്കെ ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുകയാണ്. നിറച്ചും പൊടിയൊക്കെയാണ്. ഇത് കണ്ട സച്ചിക്ക് സഹിച്ചില്ല. സച്ചി കുഞ്ഞു പിള്ളേരെ എങ്ങനെ കൊണ്ടുനടക്കുന്നോ അങ്ങനെ കൊണ്ടുനടന്ന വണ്ടിയല്ലേ. പെട്ടെന്ന് ഇങ്ങനെ ഈ കോലത്തിൽ കണ്ടു കഴിഞ്ഞപ്പോ ചോദിച്ചു, എടാ നീ ഇതെന്ത് പരിപാടി കാണിച്ചേ? ഈ വണ്ടിയൊക്കെ എന്തിനാ തുറന്നു വെച്ചിരിക്കുന്നേ? അന്റെ സച്ചേട്ടാ, വണ്ടി തുറന്നു വെക്കാതെ പിന്നെ അതിനകത്ത് പണിയൊക്കെ നടത്താൻ പറ്റുമോ? ഇതെന്ത് വർത്താനേ പറയണേന്ന് ചോദിക്കും. എടാ, നീ ഇതെന്നാ എനിക്ക് തരുന്നേന്ന് ചോദിക്കുക. ഇന്ന് നിനക്ക് തരാൻ പറ്റില്ലേ? ഇന്നോ? നല്ല കഥയായി. ഇനി ഇതിന് കുറച്ചുകൂടെ പണിയുണ്ടെന്ന് പറയാ. ഇനിയും പണിയോ? അതെ, ഒന്ന് ശരിയാവും ഒന്ന് ശരിയാകത്തില്ല. ചെറിയ ചെറിയ സാധനങ്ങൾ മൊത്തം പോയേക്കുക. പോലീസുകാരെ നല്ല പണി എന്താണെന്ന് തന്നിരിക്കുന്നു പറയാം. എടാ, അതിന് ഇനിയും പൈസ വേണോ? ഇനിയും കുറച്ച് സ്പെയർ പാർട്സ് ഒക്കെ വാങ്ങിക്കാനുണ്ട് എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് പോയി ഒരു പേപ്പർ എടുത്ത് വരുവാണ്. അത്തെ കുറെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. സച്ചിയിലേക്ക് കൊടുക്കുക. ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു തരുവാണെങ്കിൽ ഒരു 2 ആഴ്ചക്കുള്ളിൽ വണ്ടി ഇറക്കാൻ പറ്റുമെന്ന് പറയാം. സച്ചി പെട്ടു. സച്ചി നോക്കിയിട്ട് പറഞ്ഞു, എടാ ഇതിനെല്ലാം കൂടെ നല്ലൊരു എമൗണ്ട് ആവുമല്ലോ. ഒരു 10-30,000 രൂപ ആവില്ലേന്ന് ചോദിക്കുക. അതൊക്കെ ആവും. ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യും? സച്ചി പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുക്കുക. വാടക കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന പൈസയാ, വണ്ടിയുടെ CC അടയ്ക്കാനൊക്കെ ആയിട്ട്. ഇനി അയാളോട് എന്ത് പറയാ ദൈവമേ, പെട്ടല്ലോ എന്ന് ഓർത്തോണ്ട് എന്നാ എന്ന് പറഞ്ഞ് ഞാൻ കൂടെ കൊടുക്കുവാണ്. എന്ത് വെള്ളം ചെയ്യുക. പക്ഷേങ്കിൽ എനിക്ക് എത്രയും പെട്ടെന്ന് വണ്ടി കിട്ടണമെന്ന് പറയാം. അല്ല, നീ ഇനി കല്യാണം കഴിച്ചോന്ന് ചോദിക്കും. കല്യാണം കഴിച്ചു. എന്നാ ശരി, നീ അനുഭവിക്കാൻ പോകുന്നുള്ളൂ. എന്താ സച്ചേട്ടാ അങ്ങനെ പറഞ്ഞേ? എടാ, ഒന്ന് കല്യാണം കഴിച്ചോണ്ടാ ഞാനിപ്പോൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കാറും അകത്തായി ഞാൻ ഈ പെട്ട അവസ്ഥയിൽ നിൽക്കുന്നത്. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അധികം വൈകാതെ തന്നെ അതൊക്കെ നിനക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് പോവാണ്. പിന്നീട് ദേവും ലക്ഷ്മിയമ്മയെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ലക്ഷ്മിയമ്മയ്ക്ക് ഭയങ്കര സങ്കടം വന്നുകൊണ്ടിരിക്കുക. രേവതിയെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു ലക്ഷ്മിയുടെ മനസ്സറിച്ചും. ഈ സമയത്തോ ശരത്തനെ ഈ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ദേവ് പറഞ്ഞു, നീ എന്താ ശരത്തെ ഇങ്ങനെ? നിനക്ക് ഈ സമയത്ത് വല്ലയിരുന്ന് പഠിക്കാൻ മേലെ? എപ്പം നോക്കിയാലും ഫോൺ നോക്കിക്കൊണ്ടിരിക്കുവാന്. എനിക്കൊന്നും പഠിക്കാനൊന്നുമില്ല. ഓ, പഠിച്ച് പാസ്സായിരിക്കുവാണല്ലോ. നിനക്ക് എന്തോ അസൈൻമെന്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ നീ എന്താ അതൊക്കെ ചെയ്യാത്തേന്ന് ചോദിക്കുക. അതൊക്കെ ഞാൻ ചെയ്തോളാം, എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും വരണ്ട. അതെ, ചേച്ചി കാര്യം നോക്കിയാൽ മതി എന്ന് പറയും. ഓ, അങ്ങനെയാണോ ഇപ്പൊ കാര്യങ്ങൾ? പെട്ടെന്ന് ലക്ഷ്മി പറഞ്ഞു, എന്റെ മോനെ എത്രയും പെട്ടെന്ന് പഠിച്ച് നല്ലൊരു ജോലി മേടിക്കാൻ നോക്ക്. ഈ സമയം ദേവ് പറഞ്ഞു, അമ്മ പേടിക്കണ്ട കേട്ടോ. 2 വർഷോടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരത്തിനൊരു ജോലിയാവും, എനിക്കൊരു ജോലിയാവും. ഞാനും പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല ജോലി ആവുമല്ലോ. പിന്നെ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരത്തില്ല. പിന്നെ അമ്മേനെ മാല കെട്ടാനൊന്നും അങ്ങോട്ട് ഞങ്ങൾ വിടത്തില്ല എന്ന് പറയാം. പെട്ടെന്ന് ലക്ഷ്മി പറഞ്ഞു,
അതിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നിടത്തോളം കാലം ഞാൻ എഴുന്നേറ്റ് നടന്ന് ജോലി ചെയ്യും. പിന്നത്തെ കാര്യം പിന്നെയല്ലേ. നമ്മൾ ആരെ ആശ്രയിക്കാതെ ജീവിക്കണം. നിങ്ങൾക്ക് ജോലി കിട്ടി, നിങ്ങൾ നല്ല സെറ്റായിട്ട് നിങ്ങൾ ജീവിക്കണം. പക്ഷെ അതിന്റെ അടുത്തേക്ക് ഒരു ശല്യമായിട്ട് ഞാൻ ഒരിക്കലും വരത്തില്ല എന്ന് പറയാം. അതെന്താ അമ്മ അങ്ങനെ അന്യരെ പോലെ സംസാരിക്കുന്നത്? അല്ല മോളെ, അതാ അതിന്റെ ശരി. ആരെയും നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കരുത്. ഇപ്പൊ രേവതി മോളുടെ കാര്യം ഓർത്തിട്ട് തന്നെ എനിക്കൊരു സമാധാനം ഇല്ലാതിരിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് നന്നായിട്ട് പഠിക്കണമെന്ന്. ഒരു പക്ഷെ അവൾക്ക് കുറച്ചുകൂടെ വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റിയായിരുന്നെങ്കിൽ അവൾക്ക് നല്ലൊരു ജോലി കിട്ടാനും അവളുടെ കാര്യങ്ങളൊക്കെ അവൾക്ക് നോക്കാൻ പറ്റിയാനും ഇങ്ങനെ ആരുടെ ആട്ടും തുപ്പും കേട്ട് കിടക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഈ സമയത്താണ് രേവതിയുടെ വരവ് അങ്ങോട്ട്. രേവതിയെ കണ്ട ലക്ഷ്മി പറഞ്ഞു, 100 ആയുസാണല്ലോ ഇപ്പൊ പറഞ്ഞോളെന്ന് പറയാം. രേവതി പെട്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, എന്തിനാമേ അധികം ആയുസ്? ഈ ഉള്ള ആയുസ് തന്നെ മനുഷ്യൻ ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഇനി കൂടുതൽ ആയുസ്. എങ്ങനെയെങ്കിലും ഈ ജീവിതം തീർന്നാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. ലക്ഷ്മിയമ്മയ്ക്ക് വല്ലാത്ത സങ്കടമായി. എന്റെ മോളവർക്ക് നന്നായിട്ട് വിഷമിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുക. ഏയ് അങ്ങനെയൊന്നും ഇല്ലമ്മേ. അമ്മ കഴിഞ്ഞ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വിളിച്ചിട്ട് വരണമെന്നുള്ളത്. എനിക്ക് ആകെപ്പാടെ സങ്കടമായിപ്പോയി. അതുകൊണ്ട് ഞാൻ നിങ്ങോട് വന്നേന്ന് പറയാം. അല്ല മോളെ, സച്ചിക്ക് ഇത് എന്താ പറ്റിയത്? നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ. അതേമ്മേ, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അദ്ദേഹത്തെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. അറിയാലോ, ആകെപ്പാടെ ഉണ്ടായിരുന്ന കാറാ, അത് ആ പരുവായിപ്പോയി. ഇനി ആ കാർ ഇറക്കണം, നല്ല പൈസയും വേണം. അപ്പൊ അതേക്കുറിച്ചൊക്കെ ഓർത്ത് ടെൻഷനാ. പിന്നെ അതുകൊണ്ട് ഞാനത് പറയുകയും ചെയ്തില്ലല്ലോ. ഈ സമയം ദേവ് പറഞ്ഞു, സച്ചേണ്ണ ഒരു എല്ല് കൂടല. സച്ചേണ്ണ അങ്ങനെയൊക്കെ പെരുമാറേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എനിക്ക് നല്ല ദേഷ്യമെന്നാ ഞാൻ എന്തേലുമൊക്കെ വിളിച്ചു പറഞ്ഞേനം. ഈ സമയം ലക്ഷ്മി പറഞ്ഞു, ദേവു നീ ഇങ്ങനെയൊന്നും പറയാതെ മിണ്ടും മിണ്ടാതിരിക്കാൻ പറയണം. പിന്നീട് പറഞ്ഞു, എന്താണെങ്കിലും മോളുടെ അച്ഛൻ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം വളരെയധികം സങ്കടപ്പെട്ടാനും മോളുടെ ജീവിതം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കണക്കിന് അദ്ദേഹം നേരത്തെ പോയത് നന്നായെന്ന് പറയാം. രേവതി പറഞ്ഞു, അച്ഛൻ്റെ ആഗ്രഹമല്ലായിരുന്നു എൻ്റെ കല്യാണം നടന്നു കാണണമെന്നുള്ളത്. അത് കല്യാണം നടന്നു, പക്ഷെ അച്ഛൻ ആഗ്രഹിച്ചുള്ളൊരു ജീവിതം എനിക്ക് കിട്ടിയില്ല. ഒരുപക്ഷെ കുറെ കാലം കഴിയുമ്പോൾ എല്ലാം ശരിയാകുമായിരിക്കും അല്ലേ അമ്മേന്ന് ചോദിക്കാം. ലക്ഷ്മിയമ്മയ്ക്ക് ഇതും കൂടെ കേട്ടപ്പോൾ സങ്കടമായി. ലക്ഷ്മി പറഞ്ഞു, അതൊക്കെ ശരിയാകും മോളെ, മോള് ധൈര്യമായിട്ടിരിക്കുക. ഞാൻ അല്ലേ പറയണേ, എന്തൊക്കെയാണല്ലോ സച്ചി നല്ലവനാ, അവന്റെ മനസ്സിന് നന്മയുണ്ടെന്ന് പറയാണ്. ശരത്തും പറഞ്ഞു, ശരിയാ ചേച്ചി, സച്ചിയുടെ മനസ്സിന് നന്മയുള്ളവനാ. പക്ഷെ ആ ഗജാനന്ദൻ അവനാണ് എല്ലാത്തിനും കാരണക്കാരന്. രേവതി പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം. പക്ഷെ ആ വീട്ടിലുള്ള മറ്റുള്ളവരുണ്ടല്ലോ, അവരുടെ കുറ്റപ്പെടുത്തൽ കേൾക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്തെ. എന്റെ അമ്മായിമ്മ ഇതുവരെയായിട്ടും എന്റെ മരുമോളായിട്ട് അംഗീകരിച്ചിട്ടില്ല. പക്ഷെ ഇന്നലെ കയറി വന്ന ശ്രുതിയോട് എന്ത് സ്നേഹമാണ് കാണിക്കണമെന്ന് അറിയാമേ. അത് കണ്ടുമ്പോൾ എനിക്ക് സങ്കടം വരും. എനിക്കെന്റെ അമ്മേനെ കാണാൻ തോന്നും. ഈ മോൾ അന്നോർത്ത് വിഷമിക്കണ്ട, നമുക്ക് കുറച്ച് പണം കുറവുണ്ട്, പക്ഷെ അഭിമാനത്തിന് കുറവൊന്നും ഇല്ലാന്ന് പറയാ. നിങ്ങളെ ആടിക്ക് ക്ഷണിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വന്നത്, പക്ഷെ അതിങ്ങനെ ആയിപ്പോയല്ലോ. അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. ആടിയുടെ കാര്യമല്ലേ, ഇനിയിപ്പോൾ ആ ഒരു പേരും പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. ഞാൻ അവിടെ തന്നെ നിന്നോളാം. അല്ലെങ്കിലും എന്താ, ആടിയൊക്കെ ആഘോഷിച്ചിട്ട് എന്ത് ചെയ്യാനമ്മേ? എൻ്റെ മനസ്സല്ലേ നമ്മുടെ ആദ്യം ശരിയാവേണ്ടത്. മനസ്സ് നന്നാവാതെ നമുക്ക് എന്താ ആഘോഷം ഉള്ളതെന്ന് ചോദിക്കുക. ലക്ഷ്മിയമ്മ പറഞ്ഞു, ഞാൻ കാരണം നമ്മളുടെ ജീവിതം നശിച്ചില്ലേ? ഞാൻ അല്ലേ മോളെ ഈ ബന്ധത്തിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് വന്നേ. മോളന്ന് ആകുന്നേ പറഞ്ഞ ഈ വിവാഹം വേണ്ടെന്ന്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ. വരാൻ പോകുന്ന വഴി തങ്ങത്തില്ലല്ലോ. എൻ്റെ തലയെ വരച്ചത് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ആ ഉള്ള ജീവിതം ഞാൻ സംതൃപ്തിയോടെ ജീവിച്ചു തീർക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാലും ചേച്ചി എങ്ങനെ ഇങ്ങനെ സഹിച്ച് ക്ഷമിച്ച് അവിടെ നിൽക്കുന്നു? അതൊന്നും കുഴപ്പമില്ല മോളെ, എനിക്ക് അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അതൊക്കെ പോട്ടെ, മോള് നന്നായിട്ട് പഠിക്കണം കേട്ടോ. എൻ്റെ അവസ്ഥ ആയിരിക്കില്ല മോൾക്ക് വരാൻ പോകുന്നത്. മോൾക്കും അതെ, ആ ശരത്തിനോട് നിനക്കും അത് തന്നെയാണ്. കാരണം ഞാൻ പഠിക്കാത്തതുകൊണ്ട് ഇന്ന് ഈ വിധം ഇരിക്കുന്നത്. പക്ഷെ നിങ്ങൾ അങ്ങനെ ആയിരിക്കില്ല. പഠിച്ച് നല്ലൊരു ജോലി മേടിക്കണം. എങ്കിൽ മാത്രമേ ഭർത്താവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്കൊരു വിലയൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ കരിയും പുക അടിച്ച് കിടക്കേണ്ടി വരുമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ദേവ് പറഞ്ഞു, എന്നെ അതിനൊന്നും കിട്ടത്തില്ല. ഞാൻ എന്തായാലും പഠിച്ച് ജോലി മേടിക്കും. അമ്മയുടെ കഷ്ടപ്പാടുകളൊക്കെ മാറ്റും. അതിനുശേഷമേ ഞാൻ കല്യാണത്തെക്കുറിച്ച് പോലും ചിന്തിക്കുന്നുള്ളൂ. ഇങ്ങനെയാണ് കല്യാണം പോലും വേണമെന്ന് എനിക്കിപ്പോൾ നല്ല സംശയമുണ്ടെന്ന് പറയാം. ഇത് കേട്ട രേവതി അങ്ങനെയൊന്നും മോള് ചിന്തിക്കുകയോ വേണ്ട. അമ്മേനെ നോക്കാനായിട്ട് ഞാനില്ലേ, ഞാൻ വന്ന് നോക്കിക്കോളാം. നിങ്ങൾ രണ്ടും നല്ല രീതിയിൽ ജീവിച്ചാൽ മതി. എനിക്കത് മാത്രം ആഗ്രഹമുള്ളെന്ന് രേവതി പറയാണ്. രേവതിയുടെ ഈ മനസ്സ് കണ്ടു കഴിഞ്ഞപ്പം അറിയാതെ തന്നെ ലക്ഷ്മിയമ്മയുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകുക. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് ഞാൻ വരാട്ടോ. അപ്പം എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.